ഹലോ എവരിവൺ, നിങ്ങളുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. എനിക്കറിയാം ഒരുപാട് പേര് നീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞ് MBBS സീറ്റ് കിട്ടാത്തവരായിരിക്കും. അങ്ങനെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ഭയങ്കര ഡിസ്ഹാർട്ടൻഡ് ആയിരിക്കും. എനിക്കറിയാം നിങ്ങളിപ്പോൾ ഒരു ചലഞ്ചിങ് ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇതൊരിക്കലും എൻഡ് ഓഫ് യുവർ ജേണി അല്ല. MBBS കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ തന്നെ മറ്റൊരുപാട് കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളെ അവെയർ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ കിട്ടാറുണ്ട്. ഞാൻ 2 വർഷം റിപ്പീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 3 വർഷം റിപ്പീറ്റ് ചെയ്തു. പക്ഷെ പലപ്പോഴും മൂന്നാമത്തെയൊക്കെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ബോർഡർ ലൈനിൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. MBBS എന്ന് പറഞ്ഞൊരു ലക്ഷ്യം മാത്രമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ മറ്റ് കോഴ്സുകളെ കുറിച്ച് യാതൊരു ധാരണയും തന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ മറ്റ് കോഴ്സുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു ചാനലിൻ്റെ ഒരു ഉദ്ദേശം. മറ്റ് കോഴ്സുകൾ എടുത്ത ആളുകളുമായിട്ട് സംസാരിക്കുക, അവർക്ക് അവരുടെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. ഹായ്, ഐ ആം നാന പ്രേമൻ. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ GKVKയിലെ ഫസ്റ്റ് ഇയർ എഗ്രി സ്റ്റുഡൻ്റ് ആണ്. ഞാൻ 3 വർഷം നീറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഐക്കർ എക്സാം എഴുതിനായിരുന്നു. അപ്പം ഞാൻ ഓപ്ഷൻ കൊടുത്തത് GKVKയിലാണ്. അപ്പം ഇപ്പോൾ GKVKയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ അഗ്രികൾച്ചർ റിസർച്ചിനും എഡ്യൂക്കേഷനും വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ICAR. 1929 ICAR സ്ഥാപിക്കപ്പെട്ടത്. ICARന്റെ കീഴിൽ 74 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ, വെറ്റിനറി, ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് ഫിഷറീസ് യൂണിവേഴ്സിറ്റികളും പിന്നെ ചില ICAR ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിലും ഇതിൽ ഉൾപ്പെട്ടതാണ്. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ICAR ഓഫർ ചെയ്യുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 12 ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് ICAR ഓഫർ ചെയ്യുന്നത്. ഇതെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ്. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, BFSc ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ്, BSc ഹോണേഴ്സ് ഫോറസ്ട്രി, BSc ഹോണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ്, BSc ഹോണേഴ്സ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc ഹോണേഴ്സ് സെറികൾച്ചർ, BTech ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ ഡയറി ടെക്നോളജി, BTech ഇൻ ഫുഡ് ടെക്നോളജി, BTech ഇൻ ബയോടെക്നോളജി, BSc ഹോണേഴ്സ് നാച്ചുറൽ ഫാമിംഗ്. ഇതാണ് ICAR ഓഫർ ചെയ്യുന്ന 12 പ്രൊഫഷണൽ കോഴ്സുകൾ. ഈ കോഴ്സുകൾ ഒരാളെ ആ സബ്ജക്റ്റിൽ നോളജബിൾ ആക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും കൂടെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലാണ് ഈ കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സുകൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഫീൽഡിൽ ജോലികൾ ചെയ്യാനായിട്ട്, അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിസർച്ച്, ടീച്ചിങ്, അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, ഇതുപോലെയുള്ള മേഖലയിൽ പ്രവർത്തിക്കാൻ ഒരാളെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET പരീക്ഷ വഴിയാണ് ICARലേക്കുള്ള അഡ്മിഷൻ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ബോഡി. ഇനി നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലിജിബിലിറ്റിയാണ്. +2 റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് പാസ്സായ ഒരാൾക്ക് മാത്രമാണ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം CUETന്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആണ്. CUET ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് NTAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. ഇനി പരീക്ഷയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 NCERT ബേസ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്, സിലബസ് ആണ് എക്സാമിന് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതും അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ എന്നീ ഓപ്ഷനുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. CUETയുടെ റാങ്ക് വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യാനും അതിനുശേഷം ആ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള ചോയ്സ് ഫില്ലിംഗ് നടത്താനും ഒക്കെ അവസരം ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ എക്സാം ഡേറ്റ്, കൗൺസിലിംഗ് ഡേറ്റ് പോലുള്ള അപ്ഡേറ്റുകൾ അറിയാനും NTAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക. ആ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. ICAR കോഴ്സിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിലെ പ്രധാനപ്പെട്ട കരിയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോബ്സ് ആണ്. അഗ്രികൾച്ചർ ഓഫീസർ പോലെയുള്ള ഉയർന്ന തസ്തികയിലേക്കുള്ള ഗവൺമെന്റ് ജോബുകൾ ഈ കോഴ്സിന് ശേഷം
അതായത് എക്സാം എഴുതിയെടുത്തതിന് ശേഷം നമുക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. ഗവൺമെന്റ് സെക്ടറിൽ മാത്രമല്ല, പ്രൈവറ്റ് കമ്പനീസിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും എല്ലാം ജോലി സാധ്യതയുണ്ട്. ഇനി നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ സ്വന്തമായിട്ടൊരു അഗ്രി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു സാധ്യതയും ഈ കോഴ്സിന് ശേഷം ഉണ്ട്. 10th കഴിഞ്ഞപ്പോഴേ റിപ്പീറ്റ് ചെയ്യണം, നീറ്റ് എക്സാം ഒക്കെ എഴുതണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ റിപ്പീറ്റ് ഡേയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പം ഒട്ടും സിസ്റ്റമാറ്റിക്കോ ഒന്നും ഓർഗനൈസ്ഡ് ഒന്നും ആയിരുന്നില്ല എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് എക്സാം അടുത്തപ്പം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കുറേ ക്ലാസ്സൊക്കെ മിസ്സായി. അപ്പം ഞാൻ വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്തപ്പം ഞാൻ കുറച്ചും കൂടി ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഡേയ്സും നമ്മളിപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര അപ് ടു ഡേറ്റ് ആകുന്ന പോലെ തോന്നി. എല്ലാ പോർഷൻസൊക്കെ ഞാൻ വേഗം കവർ ചെയ്യുമായിരുന്നു. നീറ്റ് എക്സാം നല്ല ടഫായിരിക്കും എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബാക്കപ്പ് പ്ലാനായിട്ട് കൺസിഡർ ചെയ്തത് ഐക്കർ എക്സാമിനെയാണ്. അതെൻ്റെ ലൈഫിലെടുത്തൊരു ബെസ്റ്റ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നീറ്റ് എക്സാം കഴിഞ്ഞപ്പം അതിൻ്റെ റാങ്ക് ഓർഡറിൽ എനിക്ക് BAMS-ഉം BDS ഒക്കെ കിട്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ സ്കോപ്പിനെ പറ്റിയും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പം അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കമ്പാരിറ്റീവ്ലി അഗ്രികൾച്ചറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കോഴ്സ് എന്ന് തോന്നി. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. വേറെ നമുക്കിപ്പം പ്രൈവറ്റ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാലാണെങ്കിലും പബ്ലിക് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാലാണെങ്കിലും ഇപ്പം കേരളത്തിലെ PSC ഒക്കെ പോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് സെക്ടറിൽ ജോലി കിട്ടും. പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഉണ്ടാകും. അത് കാരണം നമുക്ക് പ്രൈവറ്റ് സെക്ടറിലും ജോലി കിട്ടും. അവരോട് എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈഫിനെ നീറ്റ് എന്ന് പറഞ്ഞൊരു സെൻറ്റർ പോയിന്റിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിക്കുക. ഇതിന് നീറ്റ് എന്തായാലും നമ്മൾ നീറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഫുൾ ഫോക്കസ് അതിലായിരിക്കും കൊടുക്കുന്നത്. അപ്പം അത് കിട്ടൂല എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് കുറച്ചും കൂടി പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള റിഗ്രറ്റ് ഒക്കെ ഉണ്ടാവും. അത്ര നമുക്ക് നീറ്റ് തന്നെയാണ് നമുക്ക് ലൈഫിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അത് വിട്ടിട്ട് പിന്നെ ബാക്കി വേറെ എത്രയോ നല്ല കോഴ്സൊക്കെ ഉണ്ട്, അതിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക. നമ്മുടെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഓൾമോസ്റ്റ് ഒരു 1300 ഏക്കേഴ്സ് ഉണ്ട്. കോഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ 4 കോഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ, പിന്നെ ABM, അതായത് നമ്മൾ ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ABM, അതായത് അഗ്രി ബിസിനസ് മാനേജർ നമുക്ക് പഠിക്കാം. പിന്നെ BTech ഉണ്ട്, അതായത് അതിൽ എൻജിനീയറിംഗ് ആണ് ഉണ്ടാകുന്നത്. പിന്നെ ഫുഡ് സയൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാ ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഉള്ളത്. പിന്നെ നല്ലൊരു വാസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറി ഉണ്ട്. പിന്നെ ഇതൊരു ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ്. പിന്നെ നമ്മളിവിടെ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാം. അതാണ് ഇതുമായിട്ട് എനിക്ക് ഫേവറേറ്റ് തിങ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം അഗ്രികൾച്ചർ പഠിക്കുന്നതുകൊണ്ടുള്ളത് നമ്മൾ ഭയങ്കര ഡെസ്പായി അല്ലെങ്കിൽ ഭയങ്കര ഒരുമാതിരി ഡിപ്രഷനൊക്കെ അടിച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഇപ്പോൾ ഈ ക്യാമ്പസിൻ്റെ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര റിലീഫ് ഉണ്ടാവും. അത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. മിസ്കൺസെപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു കുട്ടി അഗ്രികൾച്ചറാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അഗ്രികൾച്ചർ ആണല്ലോ, അപ്പം ചളിയിലൊക്കെ ഇറങ്ങി പണിയെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്കിപ്പം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽഡ് വർക്കൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടൊന്നുമില്ല, ചളിയിലൊക്കെ ഇറങ്ങി പണിയെടുക്കേണ്ടി വരുന്നതായിട്ടില്ല. നമുക്ക് അല്ലാതെയുള്ള ജോബ്സാണ് ഉണ്ടാവുന്നത്. ഇപ്പം 4 വർഷമാണ് ഈ കോഴ്സ് ഉണ്ടാവുന്നത്. 4 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാകും. നല്ല CGPA OGPA ഒക്കെ ഓർഡറിൽ നമുക്ക് ക്യാമ്പസ് നമ്മൾ പ്ലേസ് ചെയ്യും ഓരോ കമ്പനീസിൽ. അപ്പം അവിടെ നിന്ന് നമുക്ക് ഓരോ കമ്പനീസിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്ലാണ്ട് ഈ പുറത്തിറങ്ങി ഫീൽഡ് വർക്ക് അല്ലാതെയുള്ള ജോലി ഉണ്ടാവുന്നത്. അതൊക്കെ ശരിക്കും ഒരു മിസ്കൺസെപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇങ്ങനെയാ, ഞാൻ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ
ചളിയിലൊക്കെ ഇറങ്ങേണ്ടി വരുമല്ലോ, അയ്യോ അത്രയും മോശമാണ് ഈ കോഴ്സ്. അപ്പോൾ അങ്ങനെയൊന്നല്ല. എനിക്ക് ഞാൻ അറിഞ്ഞു വെച്ചിട്ടും എന്തായാലും ഇത്ര ആ ഒരു ടൈപ്പ് കോഴ്സ് അല്ല അഗ്രികൾച്ചർ. പലതവണ നീറ്റ് എക്സാം എഴുതിയിട്ടും MBBS ക്രാക്ക് ചെയ്യാത്ത കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ഡോക്ടറായി തീരണമെന്ന് ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഒരു തവണയും കൂടെ നീറ്റ് എഴുതി തീർച്ചയായിട്ടും MBBSലേക്ക് തന്നെ എത്തണം. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. പക്ഷെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നോട് പലപ്പോഴായിട്ട് നീറ്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനു പോകുമെന്ന് ചോദിക്കുന്ന കുട്ടികളോടാണ്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജേർണിയുടെ ഒരു തുടക്കം മാത്രമാണിത്. അതിലെ ഒരു വഴി മാത്രമാണ് നീറ്റ് അല്ലെങ്കിൽ MBBS എന്നത്. നീറ്റ് അല്ലാതെയും ഒരുപാട് മറ്റ് വഴികളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ICAR. പലപ്പോഴും MBBSന് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നീറ്റ് അല്ലെങ്കിൽ MBBS അല്ലാതെ മറ്റൊരു വഴിയെക്കുറിച്ചും മറ്റൊരു കോഴ്സിനെ കുറിച്ചും നമ്മൾ അവെയർ ആവില്ല. അതുകൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ഇണങ്ങുന്ന, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാവാവുന്ന കോഴ്സിനെ കുറിച്ചുള്ള യാതൊരു ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ശരിക്കൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ വേറെ ഓപ്ഷൻസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, ഒരുപാട് അന്വേഷിച്ചു കൊണ്ടിരിക്കുക മറ്റ് സാധ്യതകളെ കുറിച്ച്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ആണ്. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സഹായത്തിനുണ്ടാവും. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡേഴ്സ്.